do not Seattle and be not stand fast in liberty or the crisis and be not enable again the opponent exceed do not Seattle, do not fear. പ്രിസീഷന് കൃപയിൽ കടന്നെന്ന് എല്ലാവർക്കും സ്വാഗതം. പ്രിസീഷൻ നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ആക്ച്വലി എന്താണ്, ആ മൂന്ന് പാർട്ടികളുടെയും സിമ്പിളാണ്. തിരുമല ജംഗ്ഷനിൽ, അതായത് ഒരു ഭാഗത്ത് ഇടതുവശത്ത് കമ്മ്യൂണിസ്റ്റും നടുക്ക് കോൺഗ്രസും എന്തോ മഞ്ജുള ദേവിയോ വലതുവശത്ത് ചെയ്യുന്നു. ഈ മൂന്ന് പാർട്ടിയിലെ ഈ കാൻഡിഡേറ്റ്സിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു വിരോധമില്ല. പക്ഷേ ഇടതുവശത്തിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയനും അയാളുടെ അനുയായികളും ചെയ്യുന്നതിൻ്റെ അപ്പുറമായിരിക്കും. പിന്നെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ മുസ്ലിങ്ങൾക്ക് രാജ്യത്തെ തീറെഴുതി കൊടുക്കാൻ വേണ്ടി നിൽക്കും. എന്ന് മാത്രമല്ല വഖഫും കിക്കഫും എന്ന് പറഞ്ഞു വേണ്ട, അതിൻ്റെ അപ്പുറമായിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അത് വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ ഭരണത്തിന് കീഴിലൊക്കെ വന്നു കഴിഞ്ഞാൽ ദേശത്ത് കൊലപാതകങ്ങളും മറ്റതൊക്കെ വർദ്ധിക്കാൻ ചാൻസുണ്ട്. ക്രൈസിസസ് അങ്ങനെയുള്ള കൊലപാതകങ്ങളെ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ആശംസിക്കാം. പിന്നെ ദൈവമയോട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു വിരോധമില്ല. എൻ്റെ സഹോദരി പോലെയാണ് ഇവർ. ആരോടും എനിക്ക് വ്യക്തിപരമായിട്ട് വിരോധമില്ല. വടക്കേ ഇന്ത്യയിലെ പള്ളികളെ പൊളിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി പാർട്ടി നേതാക്കൾ കച്ചകെട്ടി ഇറങ്ങുന്നത് പോലെ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം, മണിപ്പൂരിലെ കലാപം മാത്രമല്ല സനാതനധർമ്മം വിശ്വധർമ്മം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണിസം അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വിചാരിച്ചു. ഇംഗ്ലീഷ് പറയണമെന്നുണ്ടെങ്കിൽ ഇൻ തിരുമല ട്രിവാൻഡ്രം there are 3 parties and also some independent parties and some independent parties are competing each other. If persons are voting favorable to LDF, that is a danger. If they are voting to Congress party, that may also be a danger because Congress is supporting Muslim League and Islam terrorism, and also BJP persons are trying to destroy the nation by killing the Dalit persons and also persecuting the Dalit persons as well. So we have to avoid that. And as a result, if you are willing, please vote to Nota or something like that, or vote to some independent persons. Believe on Lord Jesus Christ, then you shall be saved. There is salvation. Neither is there salvation in anyone, for there is no name under heaven given among men whereby we must be saved. If a person believeth and be baptized shall be saved. If a person believeth not shall be condemned. If you confess with your mouth that Jesus Christ is Lord and believe your heart that God has raised him from the dead, then you will be saved. For within your body. So kindly baptize, pulling down of strongholds in the name of our Lord Jesus Christ. Jesus Christ is Yahweh. For stand fast and liberty with Christ is ministry, and be afraid is not entangled against your command. For within you have God and liberty. Christ is bless you. See you later. Good night.